ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ സ്റ്റാർ ഫ്രൂട്ട് മരമാണ്. ഏകദേശം 2.5 വർഷം പഴക്കമുള്ള ഒരു ചെടിയാണിത്. ഒത്തിരി പൊക്കത്തിലൊന്നും പോയിട്ടില്ല. ഒരു 2 ആൾ പ്രിയം പൊക്കത്തിലുണ്ടോ, ഒന്നര ആൾ പ്രിയം പൊക്കത്തിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് കണ്ടാൽ നിറയെ ഇലച്ചാർത്തുള്ളൊരു ചെടിയായിട്ടാണ് നിങ്ങൾക്കും തോന്നുന്നത് അല്ലേ? പുറമേ നിന്ന് നോക്കിയാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഈ മരം നിറയെ കായ്കളാണ് കേട്ടോ. നമ്മൾ പുറമേ നിന്ന് നോക്കിയാൽ ഇലകൾ മാത്രമേ കാണൂ. നോക്കി, ഇത് കണ്ടോ, ഇത് നിറയെ കായാണ്. കായയുടെ വെയിറ്റ് കൊണ്ട് ഈ ബ്രാഞ്ച് ഇങ്ങനെ താഴോട്ട് തൂങ്ങിക്കിടക്കുകയാണ്. അത് പഴുത്തൊന്നുമില്ല, പക്ഷേ ഇത് സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഈ പെറും പിഞ്ചിലെ കഴിച്ചാൽ പോലും ഇതിന് നല്ല മധുരമാണ്. നല്ല മധുരമാണ്. നമ്മുടെ നാട്ടിൽ ഇത് മധുരം ഇല്ലാത്ത സ്റ്റാർ ഫ്രൂട്ട് ഭയങ്കര പുളിയാണ്. അതെനിക്കും ആ പ്ലാന്റ് ഉണ്ട്. ഭയങ്കര പുളിയാണ്. അത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടെങ്കിൽ പോലും പഴുക്കുന്നിടം വരെ ഭയങ്കര പുളിയെന്ന് ഭയങ്കര പുളി. ഇത് ശരിക്കും നല്ല പച്ചയിൽ തന്നെ നല്ല പുളിയാണ്, നല്ല മധുരമാണ്. നല്ല മധുരമാണിത്. അതുകൊണ്ട് തന്നെ ഇത് ഒരാളോട് പറഞ്ഞാലും പഴയ ആ ഒരു പുളിയെപ്പറ്റി ഓർത്ത് ആർക്കും ഈ കാ വേണമെന്നില്ല. പക്ഷേ ഇത് കഴിച്ച് നോക്കുന്നവർക്കറിയാം നല്ല മധുരമാണ്. ഇതൊക്കെ നോക്കി നിറയെ കഴിച്ചിരിക്കുകയാണ്. സാധാരണ ഞങ്ങൾക്കിത് പഴുത്ത് കിട്ടാറില്ല. ഞങ്ങൾ ഈ പിഞ്ച് പരുവത്തിലേ ഇത് പിച്ച് തിന്നും. ഞങ്ങൾ അച്ചാറൊക്കെ ഇട്ടാലും ചെറിയൊരു മധുരമുണ്ട്. അതുകൊണ്ട് അത്ര ആർക്കും ഇഷ്ടമില്ല. പക്ഷെ പച്ചയ്ക്ക് തിന്നാൻ ഭയങ്കര രസമാണ്, നല്ല രുചിയാണ്. ഞാൻ പുളിയുള്ള സ്റ്റാർ ഫ്രൂട്ടിൻ്റെ വീഡിയോയും ഇട്ടിട്ടുണ്ട്, ഈ മധുരമുള്ള ഇതിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ട് ബോറടിക്കുന്നെങ്കിൽ ക്ഷമിക്കണം എന്നോട് കേട്ടോ, കാരണം പല പ്രാവശ്യം ആയില്ലേ. പക്ഷേ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ, ഇതിൻ്റെ താഴെ വന്ന് നിൽക്കുമ്പം ആ ഒരു ഭംഗി നമ്മൾ പ്രതീക്ഷിക്കാതെ, ഞാൻ ഇന്ന് പ്രതീക്ഷിക്കാതാണ് ഇത്രയും ഫ്രൂട്ട്സ് കണ്ടത്. പുറത്ത് നിന്ന് 1-2 ഫ്രൂട്ടൊക്കെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ധാരാളം ഫ്രൂട്ട്സിനെ കണ്ടത്. അപ്പം ഞാൻ ഓടിപ്പോയി ക്യാമറ എടുത്തുകൊണ്ട് വന്നതാണ്, എന്നങ്ങ് വീഡിയോ ചെയ്തേക്കാന്ന് വേണ്ട, അത്രയ്ക്ക് ഉണ്ട് ഇതിനകത്ത്. എന്നിട്ട് ഇത് വിളയുന്നതിനനുസരിച്ച്, ഈ പ്ലാന്റ് വലുതായി വരുന്നതിനനുസരിച്ച്, പ്ലാന്റ് അല്ല, ഈ കായ് വലുതായി